നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നെ ഒരു മകനായിട്ട് കരുതിക്കോളാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം മകനോട് എന്തൊരു സ്നേഹമായിരിക്കും ആ അമ്മയുടെ മനസ്സിൽ. ഇങ്ങനൊരു അമ്മയെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. പാവം ആ മകൻ യോഗമില്ലാത്തവന്. ഒരുപാടങ്ങ് പുകഴ്ത്തല്ലേ. നീ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ നിന്റെ കൈമുറിഞ്ഞതിൽ എനിക്കൊരു വിഷമമില്ലെന്ന്. അയ്യോ, അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു പോകുന്നുവോ അതിനോട് എപ്പോഴും ഒരു സ്നേഹം കൂടുതലായിരിക്കും. പാറുവിന്റെ മോനായ ഞാനുണ്ട്. ആ അമ്മയ്ക്ക് അങ്ങനെയല്ലല്ലോ. നൊന്തു പ്രസവിച്ച മകനെ നഷ്ടപ്പെട്ടു പോയതല്ലേ. ആ വേദന എപ്പോഴും നിർമ്മലാമ്മയുടെ ഉള്ളില് കാണും. നിർമ്മലാമ്മ എന്റെ മുറിവ് വെച്ച് കിട്ടുമ്പോൾ ഞാൻ ആലോചിച്ചത് ആ നഷ്ടപ്പെട്ടു പോയ മകനെ കുറിച്ചാ. ഒരുപക്ഷെ ഈ അമ്മയെ കണ്ടെത്തണമെന്നും അരികിലെത്തണമെന്നും ആഗ്രഹം ഉണ്ടാവില്ലേ? ഇതാണ് തന്റെ പെറ്റമ്മയെന്ന് എന്തെങ്കിലും അവൻ തിരിച്ചറിയുന്ന ഒരു ദിവസം ഉണ്ടായാൽ അവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഇതുവരെയുള്ള എല്ലാ സ്നേഹത്തോടെയും അമ്മയെന്ന് വിളിക്കുമായിരിക്കും അല്ലേ? ഈ അമ്മയെ തിരികെ കിട്ടിയ അതിൽ പരം ഒരു മകന് പിന്നെ എന്താ ഈ ലോകത്ത് കിട്ടാനുള്ളത്? നിധി, ആ റൂമിലേക്ക് പോ. ഗൗതം ചെന്നോ, ഞാനിപ്പോ വരാം. എല്ലാം അവള് കരുതി കൂട്ടി ചെയ്യുന്നതാ. കണക്ക് കൂട്ടിയാ അവള് പെരുമാറുന്നത് മുഴുവൻ. ഇതങ്ങനെയൊന്നും അല്ലമ്മേ. നിർമ്മലാന്റി കാണിക്കുന്നത് ഒരു പെറ്റമ്മയുടെ സ്നേഹമല്ലേ? എന്താ എന്താ നീ പറഞ്ഞത്? പെറ്റമ്മയുടെ സ്നേഹോ? അമ്മ, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഗൗതമിന്റെ കൈ മുറിഞ്ഞപ്പോ ഞാനായാലും അമ്മയായാലും തുണിയും മരുന്നും ഒക്കെ എടുക്കാൻ വേണ്ടി മുറിയിലോട്ട് പോയി. പക്ഷെ നിർമ്മലാന്റി ചെയ്തതെന്താ? സ്വന്തം സാരിത്തുമ്പ് വലിച്ചു കീറി ആ മുറിവ് വെച്ച് കെട്ടി. അതല്ലേ അമ്മ യഥാർത്ഥ സ്നേഹം? എന്തൊക്കെ നിധി നീ പറയുന്നത്? അതാണ് യഥാർത്ഥ സ്നേഹമെന്നോ? അപ്പോ എന്റെ സ്നേഹോ? അയ്യോ, അതല്ലമ്മേ. വേണ്ട, മതി. നിന്റെ ഉള്ളിലിരിപ്പ ഇപ്പൊ പുറത്തു വന്നത്. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇപ്പൊ എനിക്ക് നന്നായി മനസ്സിലായി. അയ്യോ അമ്മ, സോറി. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. വേണ്ട, ഒന്നും പറയണ്ട. കൂടെ ഉണ്ടാവുന്ന കരുതിയവരെല്ലാം എന്നെ വിട്ടു പോവുക. അവനും പോവും, നീയും പോവും. മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. അമ്മ, അമ്മ, നിർമ്മലാന്റി കാണിക്കുന്നത് ഒരു പെറ്റമ്മയുടെ സ്നേഹമല്ലേ? അതാണ് പെറ്റമ്മയുടെ സ്നേഹമെങ്കിൽ പിന്നെ ഇത്രയും കാലം ഞാൻ അവര് കൊടുത്തത് എന്താ? അല്ലാന്നേ ഉള്ളൂ മോനെ. പക്ഷെ നൊന്തു പ്രസവിച്ച ഒരമ്മ തരുന്നതിനേക്കാൾ സ്നേഹം ഞാൻ നിനക്ക് തന്നില്ലേടാ മോനെ. 30 വർഷം കഴിഞ്ഞു വന്ന ഒരുത്തി പതുക്കെ പതുക്കെ എന്നെ സ്വന്തമാക്കുവാണല്ലോടാ. പറ്റുന്നില്ല എനിക്ക്, സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല തന്നെ എനിക്ക്.
വിട്ടുകൊടുക്കില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. സ്വന്തം സാരി വലിച്ചു കയറി ശുശ്രൂഷ നടത്തി എന്റെ മോന് മുന്നിൽ സ്നേഹം കാണിച്ച് അവനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാന്നാണോ നീ കരുതിയിരിക്കുന്നത്? അയ്യോ, അങ്ങനെയൊന്നുമില്ല പാർവതി. എന്തില്ലാന്ന് എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതന്നെയല്ലേ. അവന്റെ കൈയൊന്നും മുറിഞ്ഞ ഉടനെ നിന്റെ മനസ്സ് പിടഞ്ഞു പോയല്ലേ. നിനക്ക് വല്ലാത്ത സ്നേഹമാണെന്ന് കാണിക്കാനുള്ള തന്ത്രമല്ലായിരുന്നു ഇതൊക്കെ. ഇനി ഒരു നിമിഷം നിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ രാത്രി ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പ് നീ ഇവിടുന്ന് പോയിരിക്കണം. പാർവതി, ഞാൻ വേണ്ട, ഇനി ഒന്നും പറയണ്ട. നീ മോന്റെ സ്നേഹം അനുഭവിച്ചിടത്തോളൊക്കെ മതി. അതിനുള്ള യോഗ്യതയെ നിനക്കുള്ളൂ. ഗൗതമിനെ വിട്ടിട്ട് പോയാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല പാർവതി. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ എന്താ മരിച്ചു കളയോ? കഴിഞ്ഞ 30 വർഷവും ഗൗതമിനെ നീ ചേർത്ത് പിടിച്ചൊന്നും അല്ലല്ലോ ജീവിച്ചത്, ആണോ? ഇത്രയും കാലം മരിക്കാത്ത നീ ഇനി മരിക്കാനൊന്നും പോകുന്നില്ല. ഇറങ്ങി പോടി ഇവിടുന്ന്. ഗൗതത്തിന്റെ കൈ മുറിഞ്ഞപ്പോ ഒരു പെറ്റമ്മയുടെ സ്നേഹത്തില് ഞാൻ ആ മുറിവെന്ന് വെച്ച് കെട്ടിപ്പോയതാ. അല്ലാതെ വേറൊന്നും ഞാൻ ഓർത്തില്ല. ദൈവം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. അവന്റെ പെറ്റമ്മയല്ലേ പാർവതി ഞാൻ. പെറ്റമ്മയോ? അങ്ങനെ പറയാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? 10 മാസം വയറ്റ് ചുമന്നതോ പ്രസവിച്ചതോ ഒന്നുമല്ല മകൻ എന്ന അവകാശം പറയാനുള്ള യോഗ്യത. കഴിഞ്ഞ 30 വർഷം അവനെ വളർത്തിയത് ഞാനാ. അവന്റെ മേൽ എന്നോടുള്ള അവകാശമൊന്നും നിനക്കില്ല. അതിനപ്പുറമുള്ള ഒരു സ്നേഹവും നിനക്ക് വേണ്ട. നിന്റെ വായിന്ന് തന്നെ പെറ്റമ്മയെന്ന് വാക്ക് വീടില്ലേ. ഇനി നീ ഇവിടെ നിന്നാ നീയാണ് ഗൗതമിന്റെ പെറ്റമ്മയെന്ന് നീ തന്നെ അവനോട് പറഞ്ഞു പോകും. ഒന്നും എടുക്കാൻ പോലും നിൽക്കണ്ട. ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഇറങ്ങി പോടി.